ഹലോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ AKP ഫാമിലി ബ്ലോഗ് എന്ന് പറഞ്ഞ ചെറിയ യൂട്യൂബ് കൊണ്ടുപോകുന്ന ഒരാളാണ്. എൻ്റെ പേര് പാർവതി. ഞാൻ നിങ്ങൾക്ക് അറിയാത്ത ഒരാൾക്ക് എനിക്കറിയാവുന്ന ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു ചെറിയ വീഡിയോ, 5 മിനിറ്റോ 6 മിനിറ്റോ കൂടുതൽ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അതിന് നമുക്ക് ഇന്നലെ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മോണിറ്റൈസേഷൻ എളുപ്പ വഴി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കാണുക. അതിൻ്റെ ഇത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പിന്നെ ആഡ് ചെയ്തേക്കാം. പിന്നെ ഇന്നിപ്പോൾ ഞാൻ വന്നേക്കെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്ക് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യൂട്യൂബ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ, നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് മ്യൂസിക് ആയിരിക്കും. പല മ്യൂസിക്കൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ് വരും. കാരണം നമ്മൾ മ്യൂസിക് ആഡ് ചെയ്തത് കൊണ്ട്. കാരണം സിനിമ പാട്ട് അങ്ങനത്തെ കുറേ പാട്ടുകളൊക്കെ കയറി വരുമ്പോൾ അതിൽ കോപ്പി റൈറ്റ് വരും. അപ്പോൾ നമ്മളത് പേടിച്ച് നമ്മൾ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഡിലീറ്റ് ചെയ്യരുത് ആരും. ഡിലീറ്റ് ചെയ്യാതെ അതിനൊരു ഇമെയിലൊക്കെ വരും. നമുക്ക് കോപ്പി റൈറ്റ് വന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇമെയിലൊക്കെ വരും. പിന്നെ നമ്മളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ അത് അതർ നോട്ടീസ് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ 3-4 കാര്യങ്ങൾ അതിൽ കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ സ്ക്രീൻ റെക്കോർഡൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് വഴിയൊക്കെ കാണാൻ പറ്റി. പക്ഷെ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അതിന് ഡ്യൂപ്ലിക്കേറ്റ് സോങ്, എഡിറ്റ് സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പം നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഒരു ഔചിത്യം പോലെ അതൊക്കെ എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യുക. കാരണം മ്യൂസിക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുക, മ്യൂസിക് വേണ്ടെങ്കിൽ വേണ്ട, മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യുക. അങ്ങനെ കുറേ ഓപ്ഷൻസ് അതിൽ കാണും. 4-3 ഓപ്ഷൻസ് അതിൽ കാണും. അപ്പോൾ അത് വലിയ പേടിക്കാനുള്ള കാര്യമല്ല. അതിൽ ഇമെയിലും വരുമ്പോഴും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള കാര്യങ്ങൾ അതിൽ തന്നെ കാണും. പിന്നെ പേടിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് സ്ട്രൈക്കാണ്. സ്ട്രൈക്ക് വരുമ്പോഴാണ് ഇതാണ് ചാനലിനെ അത് അഫക്റ്റ് ചെയ്യുന്നത്. ചാനലിനെ നന്നായിട്ട് അത് അഫക്റ്റ് ചെയ്യും. ഉദാഹരണം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ചാനലിൻ്റെ ഏതെങ്കിലും TV ചാനലൊക്കെ കാണും, ഏഷ്യാനെറ്റ് അങ്ങനത്തെ ഉള്ള ചാനലിൻ്റെ സീരിയൽ പ്രൊമോ ഒക്കെ നമ്മൾ ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ ആഡ് ചെയ്തിടും. ഇന്ന സീരിയലിൽ ഇന്നതുപോലെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രൊമോയൊക്കെ എടുത്തിടുമ്പോൾ ആ ചാനൽ നമ്മളുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ സ്ട്രൈക്ക് തരും. കാരണം അവരുടെ ചാനലിലെ പ്രൊമോയാണ്, നമ്മളാണ് എടുത്തിട്ടത്. അപ്പോൾ അവർ അതിൽ സ്ട്രൈക്ക് തരുമ്പോൾ നമുക്കത് അഫക്റ്റ് ചെയ്യും. പിന്നെ അതിനെ ക്ലെയിം ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. നമുക്കത് പൈസയൊക്കെ പോകും, ഭയങ്കര പാടായിരിക്കും. അപ്പം അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക. ചാനൽ ചിലപ്പോൾ സസ്പെൻഡായി പോവാൻ സാധ്യത കാണും. അപ്പോൾ കഴിവതും നിങ്ങൾ അങ്ങനെ പ്രൊമോ എന്നെടുത്തില്ല. അത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ കണ്ടൻ്റായിട്ട് ഇടാൻ, അതുപോലെ എന്തെങ്കിലും ഇടാം. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കാനുള്ള വഴിയെന്ന് വെച്ചാൽ ഗൂഗിളിൽ തന്നെ ഇഷ്ടംപോലെ പാട്ടുകൾ, കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലാത്ത കുറേ പാട്ടുകൾ കാണും. വെബ്സൈറ്റിൽ കുറേ പാട്ടുകൾ കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോ വരൂലേ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് നമുക്ക് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കോപ്പിറൈറ്റ് വരുമോ ഇല്ലേ എന്ന്. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. അതിന് പൈസയൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ടായിരിക്കും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഇതുപോലത്തുള്ള സിമ്പിൾ
അറിവുകൾ എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നു. കാരണം പുതുതായിട്ട് കുറേ ആൾക്കാർ യൂട്യൂബിലേക്ക് കടന്നു വരുന്നു. ഞാനൊക്കെ യൂട്യൂബിലൊക്കെ വന്നപ്പോൾ എനിക്ക് ഈ അറിവുകളൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്നും വലിയ അറിവുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഓരോ യൂട്യൂബ് വീഡിയോസ് കണ്ടാണ് എനിക്കും കുറച്ച് അറിവ് വെച്ചത്. ഇനിയും ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് വന്നാലേ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് പഠിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. എല്ലാവർക്കും ഇത് ഒരറിവാകട്ടെ, എല്ലാവരും നല്ലൊരു നിലയിലെത്തട്ടെ. അപ്പം എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവർ അതൊന്ന് പോയി കാണുക. അത് ഞാൻ ആഡ് ചെയ്ത് വച്ചേക്കാം. അപ്പം എല്ലാവരും മറക്കാതെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബൈ ബൈ.